ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണൂരോളം. 2 ദിവസമായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഷോർട്ട് വീഡിയോസൊക്കെ മാത്രമേ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ പിന്നെ വൈകുന്നേരം കണ്ണൂർ ടൗണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ഇത്. പിന്നെ ഇതെവിടെയാണ്? ഇത് റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് താവക്കര. ഇത് കണ്ണൂർക്കാർക്കൊക്കെ അറിയായിരിക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ കണ്ണൂർ ന്യൂ ബസ് സ്റ്റാൻഡ്. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോയി. നമ്മൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് സ്കൂട്ടറിലാണ് പോയത്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നു. പിന്നെ നമ്മളൊരു ചായ കുടിക്കാനൊക്കെ കയറി. ഇത് ക്വാളിറ്റി ഹോട്ടൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അത് വെജിറ്റേറിയൻ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് കയറിയത് കേട്ടോ. നമ്മൾ 2 മസാല ദോശ കഴിച്ചു വന്നിട്ട് അവിടെ നിന്ന്. പിന്നെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് കാരണം പിന്നെ പുറത്ത് പെട്ടെന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചായയെല്ലാം കുടിച്ച് അവിടെ നിന്നു. പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല മഴ, പോകാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ മഴ പോയപ്പോൾ നമ്മളെവിടെയാണ് പോയെന്നറിയോ? ബേബി ബീച്ചിലേക്ക്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ നട്ടപ്രാന്താന്നോ ഈ മഴയത്ത് ബേബി ബീച്ചിൽ പോകാൻ? പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് ഭ്രാന്ത് തന്നെയാണ്. പിന്നെ നല്ല മഴയത്ത് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. പക്ഷേങ്കിൽ അവിടെ ആൾക്കാരെല്ലാം കുറച്ച് കുറവായിരുന്നു. ഒന്നും ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു, 1-2 ഫാമിലീസെല്ലാം ഉണ്ടായിരുന്നു. പൊതുവേ ആൾക്കാർ കുറവായിരുന്നു. പിന്നെ ലൈറ്റ് ഹൗസിലും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ മൺഡേ ക്ലോസാണ്. സൺഡേ അവിടെ വർക്കിംഗ് അല്ലേ, അപ്പോൾ ആ ലീവ് അവർ മൺഡേ ആണ് അവിടേക്ക് ക്ലോസ് ആയിരിക്കുക. പിന്നെ നല്ല മഴയായത് കാരണം ആൾക്കാർ കുറവ്. അവിടെ ഓപ്പൺ സ്പേസ് അല്ലേ, പെട്ടെന്നൊന്ന് മഴ വന്നാൽ ഓടി കയറി നിൽക്കാനൊന്നും അവിടെ സ്ഥലവും ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ മഴ പെയ്താൽ പെട്ടെന്ന് ഓടി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നേരെ ബീച്ചിലേക്ക് നടന്നു. ആ കാണുന്നതാണ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. അപ്പം നമ്മൾ എപ്പോഴും വിചാരിക്കും, നമ്മൾ ദൂരെയെല്ലാം പോയി താമസിക്കുന്നില്ലേ, കണ്ണൂർ ഇവിടെ ഒന്ന് താമസിച്ചിട്ട് ഈ ബീച്ചെല്ലാം ഒന്ന് കാണാമല്ലോ, രാത്രിയെല്ലാം ഒരു ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കലുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാധാരണക്കാർക്കൊന്നും പറ്റില്ല, ഒന്ന് VIPസിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് മന്ത്രിമാർക്ക് അങ്ങനെയുള്ളവർക്കോ ഒക്കെ വരുമ്പോൾ താമസിക്കാനുള്ളതായിരിക്കും, അറിയില്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. 20 രൂപയാണ് ടിക്കറ്റിന്. പിന്നെ ലൈറ്റ് ഹൗസിൽ അവിടത്തേക്ക് വേറെ തന്നെ ടിക്കറ്റാണ്, പക്ഷേ അതിന് ക്ലോസ് ആയല്ല. പിന്നെ നേരെ ബീച്ചിലേക്ക് നടന്നു. കുറേ ഇങ്ങനെ മഴയെല്ലാം കൊണ്ട് ഓരോ സ്ഥലത്തെല്ലാം പോകുമ്പോൾ ഇങ്ങനെ മഴയെല്ലാം കൊണ്ടിട്ട് എനിക്ക് ജലദോഷമെല്ലാം വന്ന് സൗണ്ടെല്ലാം ക്ലിയർ ആകുന്നില്ല കേട്ടോ. സൗണ്ട് വല്ലാത്ത പോലെ. അങ്ങനെ എന്ത് ഭംഗിയാണെന്നറിയോ കടൽ കാണാൻ. മഴ പെയ്ത് വെള്ളമെല്ലാം കൂടിയില്ലേ, വെള്ളം കൂടി പിന്നെ ഒന്ന് ഫോഴ്സ് കൂടിയ പോലെ തിരയിലടിക്കുമ്പോൾ നല്ല ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ശക്തിയോടെ വന്നടിക്കുന്ന പോലെയുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാലോ, എൻ്റെ അപ്പാ എന്തൊരു രസമാണെന്നപ്പാ കടൽ കാണാൻ. കണ്ട എന്താന്ന് രസം, എന്താ ഭംഗി. ആ തിരയിങ്ങനെ വന്നിട്ട് ആ പാറക്കെട്ടിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെത്തുമ്പോൾ. അകക്കൂടെ ഇരുടും ഇങ്ങനെ മഴ വരുന്ന നല്ലൊരു രസമായിരുന്നു കാണാൻ. നമ്മളിങ്ങനെ ഇടക്കിടക്ക് മഴ വരുമ്പോൾ നമ്മൾ ഓടി സൈഡിൽ നിന്നൊരു മരമുണ്ട്, മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. പിന്നെ ഫാമിലീസ് ഉണ്ടായിരുന്നു, അവർ കോട്ടലിട്ടിട്ടുണ്ടായിരുന്നത്. അവരങ്ങനെ കോട്ടനിട്ടിട്ട് തന്നെ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. അവർ പിന്നെ എന്നത്തെയും പോലെ കുറച്ച് ഫോട്ടോസ് എടുക്കൽ, കുറച്ച് വീഡിയോസ് എടുക്കൽ, ഇങ്ങനെ.
പിന്നെ എനിക്ക് ഫാൻസിന്ന് 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇതാണ് നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഫാൻസി. ഇത് പ്ലാസേൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. പക്ഷേ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കമ്മലായാലും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ കമ്മൽ, ക്ലിപ്പ്, മേക്കപ്പ്, അങ്ങനെ എന്തെങ്കിലും ക്രീമുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ വാങ്ങൽ കേട്ടോ. ഒരുപാട് സെലക്ഷൻ ഉണ്ട്. കമ്മലിന് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട്. ഇഷ്ടം പോലെ അങ്ങനെ പറയാൻ പറ്റില്ലേ, അങ്ങനെ കുറേ സെലക്ഷൻ ഉണ്ട്. പിന്നെ മഴയായത് കാരണം നമ്മൾ കുറച്ച് സ്ലോ ആക്കി. പുറത്തിറങ്ങിയാൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആക്കി എല്ലാം നോക്കി എടുത്തു. പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ പിന്നെയും മഴ നോക്കി നിൽക്കാനൊരു രസമുണ്ട്. പക്ഷേ കുറച്ച് സമയം അങ്ങനെ ഇത് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്തുള്ള കോഫി ഹൗസ് കയറി വീണ്ടും ചായ കുടിച്ചു. കാരണം പുറത്ത് വെറുതെ നിൽക്കുമായിരുന്നു അങ്ങനെ. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.